നമസ്കാരം. ഞാൻ സ്ഥലത്തുണ്ട്. ഇന്ന് എൻ്റെ ഒരു സ്വകാര്യ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പം ചില കക്ഷികൾ എന്നെ വിളിക്കാറുണ്ട്. സാറ് സ്ഥലത്തുണ്ടോ? ഞാൻ ഓഫീസിലും കോടതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ സർവാംഗം ചൊറിയും. ഇങ്ങനെ ചോദിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ നിൽക്കുന്നതായിട്ടാണ് അവർ ധരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു നിജസ്ഥിതി പറയാം. ഞാനൊരു യാത്ര പോകുമ്പോൾ വളരെയേറെ വീഡിയോകൾ എടുക്കും. ഞാൻ ദൃശ്യങ്ങളെല്ലാം എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെയാണ് കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ട വീഡിയോകളെല്ലാം എടുക്കും. അത് പയ്യെ എഡിറ്റ് ചെയ്തും അല്ലാതെയും ഒക്കെ വാട്സാപ്പ് സ്റ്റാറ്റസായും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. ഒരു യാത്ര പോയാൽ ചിലപ്പം 8, 10, 15 ദിവസം കൊണ്ടാണ് പല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യത്തില്ല. അതാണ് മറ്റുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണം. ഞാൻ ആഴ്ചയിൽ എല്ലാ വർക്കിംഗ് ഡേയിലും ഓഫീസിലും കോടതിയിലും പോകുന്ന വക്കീലാണ്. എൻ്റെ കക്ഷികൾക്കറിയാം. ഇത് നിങ്ങളെ ധരിപ്പിക്കുന്നത് എൻ്റെ കേസ് കുറയുമോ, കേസ് ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകുമോ എന്നൊന്നും പേടിച്ചല്ല. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കൂടി വന്നാൽ ഇനിയും 5 or 10 വർഷം കൂടെ ജീവിച്ചിരിക്കും എന്ന ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചിലരിങ്ങനെ വിളിച്ച് സാറ് സ്ഥലത്തുണ്ടോ എന്നുള്ള ചോദ്യം മറ്റുള്ളവരിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു വക്കീൽ എൻ്റെ ഒരു കക്ഷിയോട് പറഞ്ഞു, പുള്ളി ഇപ്പോൾ സ്ഥലത്തൊന്നുമില്ല, പുള്ളി ഇപ്പോൾ യാത്രയിലാണ്, ഇഷ്ടം പോലെ പൈസയാണ്, ഫാമിലി പ്രോപ്പർട്ടി ഇഷ്ടം പോലെ ഉണ്ട്, ഭാര്യ ഹെഡ് മിസ്ട്രസ്സാണ്, മക്കൾ 2 പേരും വിദേശത്താണ്, മകൻ കാനഡയിലാണ്, മകൾ ജർമ്മനിയിലാണ്, അച്ഛനമ്മമാർ പെൻഷനായി, നല്ല പെൻഷൻ 19,000 രൂപ പെൻഷൻ കിട്ടും, ലക്ഷങ്ങളുടെ വരുമാനമാണ്. പിന്നെ എന്തിനാണ് വക്കീൽ പണി ചെയ്യുന്നത്? അതുകൊണ്ട് ഓഫീസിലൊന്നും വരാറില്ല. വളരെ രസകരമായ, വളരെ രസിച്ചുകൊണ്ടുള്ള ഒരാസനത്തുള്ളൊരു പാര. ഒന്ന് ഓർത്ത് നോക്കണേ. എന്നെ പോഴ്ത്തിയാണ് പറഞ്ഞത്, ഒന്ന് ഓർത്ത് നോക്കണേ. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഈ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പലപ്പോഴായിട്ടാണ്. ആ സമയത്തൊന്നും ഞാൻ ആ സ്ഥലത്തല്ല, ഞാൻ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ വീട്ടിലാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ല. യാത്രയിൽ മാത്രം ശ്രദ്ധിക്കുക, വീഡിയോ എടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക, ആ യാത്രയുടെ അനുഭവങ്ങൾ അനുഭവിക്കുന്നതിൽ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ യാത്രകൾ കൊണ്ട് എനിക്ക് ഒരു കേടും സംഭവിക്കത്തില്ല. എൻ്റെ പ്രൊഫഷന് കേട് വരത്തില്ല, എൻ്റെ കുടുംബജീവിതത്തിന് കേട് വരത്തില്ല, സാമൂഹ്യ ജീവിതത്തിന് കേട് വരത്തില്ല, ഒന്നുമില്ല. എന്നെ പലരും ഒക്കെ അറിയുന്നത്, കുറച്ചെങ്കിലും അറിയുന്നത് ഈ യാത്രകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇനി എന്നെ വിളിക്കുന്നവർ ചില ചോദിക്കും, സാറ് സ്ഥലത്തുണ്ടോ? ചൂട് അടുപ്പമുള്ള പിള്ളേർ സെറ്റൊക്കെ ചോദിക്കും, ചേട്ടൻ സ്ഥലത്തുണ്ടോ? ഇനി ആ ചോദ്യം ഒഴിവാക്കണം. ഞാൻ എപ്പോഴും സ്ഥലത്തുണ്ട്. എല്ലാ വർക്കിംഗ് ഡേയിലും സ്ഥലത്തുണ്ട്. അല്ലെങ്കിൽ അപൂർവമായിട്ട് എന്തെങ്കിലും അത്യാവശ്യമായി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ യാത്ര, നേരത്തെ പ്ലാൻ ചെയ്ത ഒരു യാത്ര അങ്ങനെ ഉണ്ടെങ്കിലോ. ഇപ്പോൾ ഞാൻ തായ്ലൻഡിൽ പോയി. അത് ഞാൻ ഒരാഴ്ച എടുത്തൊരു ട്രിപ്പാണ്. അതിനു മുമ്പ് ഞാൻ കുടുംബമായിട്ട് തിരുപ്പതി പോയി. അതൊക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകളാണ്. ഞാനൊരു ഫുൾ ടൈം വക്കീലല്ല. ഞാൻ കോടതിയിൽ വരുമ്പോഴും ഓഫീസിൽ വരുമ്പോഴും മാത്രം വക്കീലാകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം കേസ് കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളല്ല. ആവറേജ് കേസുള്ള ഒരുവിധം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വക്കീലാണ്. അതുകൊണ്ട് എന്നോട് ഇനിയും ചോദിക്കുമ്പോൾ സാറ് സ്ഥലത്തുണ്ടോ എന്ന് ചോദിക്കരുത്. സാറ് സ്ഥലത്തുണ്ട്, എപ്പോഴും സ്ഥലത്തുണ്ട്. എന്നെ ഉപദ്രവിക്കരുത്. മറ്റൊന്നും വേണ്ടല്ല, എൻ്റെ പ്രൊഫഷൻ മോശമാവുന്നതുകൊണ്ടല്ല, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്.